പ്രവർത്തിക്കുന്നത്, എവിടെയാണോ നന്മ നിറഞ്ഞ പ്രവൃത്തി നടക്കുന്നത്, അവിടെയാണ് ഈശ്വരന്റെ സാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളതാണ്. അമ്പലങ്ങളിലോ പള്ളികളിലോ മോസ്കിലോ ഒക്കെ പോയി കമിഴ്ന്ന് വീണ് സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നത് കൊണ്ട് മാത്രം ഈശ്വരന്റെ ഒരു സാന്നിധ്യം അനുഗ്രഹം നമുക്കുണ്ടാവില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ കള്ളവും കാപ്പട്ടിയും ഒക്കെ കാണിച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അതിൽ നിന്ന് കിട്ടുന്ന കുറച്ച് പണം കൊണ്ടുവന്ന് ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിട്ട് ഈശ്വരനെ അങ്ങനെ വിലക്കെടുക്കാൻ ശ്രമിക്കുന്ന ശക്തികളുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വർഷം വന്നപ്പോഴത്തേക്കാണ് എന്റെ അടുത്തിരുന്ന ഫാദർ ഒരു മാതൃഭൂമി പത്രത്തിന്റെ ഒരു ഫോട്ടോ എന്നെ കാണിച്ചിട്ട് ചോദിച്ചു. ആ ഫോട്ടോ എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ കോളേജിനകത്ത് ചവർ കൂനയിൽ പൂർണ്ണ നഗ്നനായിട്ട് കിടക്കുന്നതായിട്ടുള്ള ഒരു യാചകനെ പോലെ തോന്നിക്കുന്നതായിട്ടുള്ള ഒരാളിന്റെ ചിത്രമാണ് എന്നെ കാണിച്ചത്. എന്നിട്ടാണ് ചോദിച്ചു, എന്നെ കാണിച്ചിട്ടാണ് ചോദിച്ചു, ഈ ആളെ മനസ്സിലായെന്ന് ചോദിച്ചു. ഇത് മനസ്സിലായെന്ന് ചോദിച്ചു. ആ ആളിന്റെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിന്റെ വാർത്ത വായിക്കുകയും ഫാദറോട് ചോദിക്കുകയും ചെയ്തിട്ട് സംഭവം. അപ്പോൾ പത്രത്തിലൊരു വാർത്ത വന്നു, ഇങ്ങനെ ഈ അവിടുത്തെ ചവർ കൂനയിൽ മരണത്തോട് മല്ലിട്ടു, ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ മണിക്കൂറിനുള്ളിൽ മരിക്കും എന്നുള്ള മറ്റി കിടക്കുന്നതായിട്ടുള്ള ഒരു മനുഷ്യൻ. അവര് പോയി അയാളെ എടുത്തുകൊണ്ടൊന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി വസ്ത്രം ധരിപ്പിച്ച് മരുന്ന് വെച്ച് കെട്ടി ഒക്കെ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, 4-5 വർഷത്തിന് മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു. അയാള് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുന്നോട്ട് വരാൻ പറഞ്ഞപ്പോൾ ഏറ്റവും പിന്നിൽ നിന്ന് പുള്ളി മുന്നോട്ട് വരുന്നുണ്ടായിരുന്നു. എഴുച്ചു നിൽക്കുന്ന ഈ മനുഷ്യൻ, അദ്ദേഹം ഏറ്റവും പുറകിൽ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് വരുന്നുണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ആ പത്രത്തിലെ ആ കാഴ്ചയും ഈ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. ഒരു ഉടുതുണിയില്ലാതെ പൂർണ്ണ നഗ്നനായി ഒരു വൃത്തികെട്ട ചവർക്കൂനയിൽ കിടക്കുന്ന, ഏതാനും സമയം കഴിയുമ്പോൾ വേണമെങ്കിൽ മരിക്കാവുന്ന അവസ്ഥയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ താങ്ങിയെടുത്ത് ഈ വിശ്രാന്തി ഭവനിൽ കൊണ്ടുവന്ന് അയാൾക്ക് ആഹാരം കൊടുത്ത് മരുന്ന് കൊടുത്ത് ചികിത്സിച്ച് അയാളെ കോലമുള്ളവനാക്കി മാറ്റി മനുഷ്യനാക്കി മാറ്റിയ ഒരു നന്മയുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവിടെയാണ് ഈശ്വരന്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നത്. ആരാണ് ഈശ്വരൻ ചോദിച്ചാൽ ഈ പുണ്യപ്രവൃത്തി ചെയ്യുന്നവരാണ് ഈശ്വരന്മാരെന്ന്. ഇവിടെ സത്യത്തിൽ എവിടെ നിന്നൊക്കെയാണ് ഈ അമ്മമാരെ കിട്ടിയതെന്ന് ചോദിച്ചാൽ പോലീസുകാർക്ക് അറിയാം. മിക്കവാറും പോലീസുകാർ കൊണ്ടുവന്ന് കൊടുക്കുന്ന അമ്മമാര് അല്ലെങ്കിൽ അച്ഛന്മാര്, ജീവിതത്തിൽ എല്ലാവരും തള്ളിക്കളഞ്ഞ പാവങ്ങൾ, അവരെ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ച് സ്വന്തം മക്കൾ കൊടുക്കാത്ത സ്നേഹമാണ് യഥാർത്ഥത്തിൽ ഈ അച്ഛനമ്മമാർക്ക് ഈ കാരുണ്യ വിശ്രാന്തി പദം കൊടുക്കുന്നത്. ആ നിലയിൽ ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി ചെയ്യുന്നതായിട്ടുള്ള ഈ മനുഷ്യസ്നേഹികളായിട്ടുള്ള ഇവരോടൊപ്പം ചേർന്ന് നിൽക്കാനും കുറച്ചു നേരം അവർക്ക് സന്തോഷവും ഒക്കെ നൽകാനും ഒക്കെ നിങ്ങൾ ശ്രമിച്ചു. ശ്രീകാന്തിനെ പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കുകയാണ്. ശ്രീകാന്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കാമിയോ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വലിയ ഓർഗനൈസേഷൻ നടത്തുന്ന ഒരാളാണ്. അങ്ങനെ എല്ലാറ്റിന്റെ മുന്നിലൊന്നും വരാറില്ല, പിന്നിൽ മാത്രം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ ശ്രീകാന്തിന്റെ താല്പര്യം ഈ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഉണ്ടായി എന്നുള്ളത് സന്തോഷമാണ്. ഇവിടെ വളരെ പ്രശസ്തരായിട്ടുള്ള സിനിമാ രംഗത്തെ പ്രമുഖരായിട്ടുള്ള ആളുകളാണ് ഇന്നത്തെ ഈ പരിപാടി